ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പാർവതിയെയും പ്രിയനെയും കരുണാകരൻ കുറ്റപ്പെടുത്തി സംസാരിക്കുമ്പോൾ ഇവരെ അടിച്ചു പുറത്താക്കണം എന്നൊക്കെ പറയുമ്പോൾ കൈലാഷ് ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ്. അങ്ങനെ അവസാനം കൈലാഷ് പറയാണ്, അതെ, അടിച്ചു പുറത്താക്കുക തന്നെ ചെയ്യണം. അത് പാർവതിയെയും പ്രിയനെയുമല്ല, തെറ്റ് ചെയ്തവർ ആരാണോ അവരെയാണ് പുറത്താക്കേണ്ടത്. നിങ്ങളെല്ലാവരും പാർവതിയോട് എത്രമാത്രം ഫ്രണ്ട്ഷിപ്പോട് കൂടിയാണ് പെരുമാറുന്നത് എന്നുള്ളത് എനിക്കറിയാം. അതുപോലെ തന്നെയാണ് പാർവതിയോട് ഞാനും പെരുമാറിയിട്ടുള്ളത്. അതുപോലെ നിങ്ങളെല്ലാവരും പ്രിയനെ എന്നേക്കാളും കൂടുതൽ അധികം അടുപ്പമുള്ളതാണ്. നിങ്ങളെല്ലാവരും പ്രിയനെ എങ്ങനെയാണ് കാണുന്നത് എന്നും എനിക്കറിയാം. പ്രിയൻ നിങ്ങളോടും എത്ര ആത്മാർത്ഥതയോടു കൂടിയാണ് പെരുമാറുന്നത് എന്നുള്ളതും എനിക്കറിയാം. പാർവതിയും പ്രിയനും ഇങ്ങനെ ഒരു തെറ്റു ചെയ്തു എന്നുള്ളത് നിങ്ങളിൽ എല്ലാവരും വിശ്വസിക്കുന്നുണ്ട്. അങ്ങനെ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൈ പൊന്തിക്കും. ആ ഒരു വാക്ക് പറഞ്ഞ ഉടനെ തന്നെ അരവിന്ദനും കരുണാകരനും അങ്ങ് കൈ പൊന്തിക്കുകയാണ്. ഒപ്പം തന്നെ മുക്തയും കൈ പൊന്തിക്കാനാണ് നോക്കുകയാണ്. പെട്ടെന്ന് കൈലാഷ് കാണുമെന്ന് കരുതി മുക്ത കൈ താഴേക്ക് തന്നെ ഇടുകയാണ് കേട്ടോ. എന്നിട്ട് എല്ലാവരെയും പ്രിയനും പാർവതിയും കൈലാഷും നോക്കുന്ന സമയത്ത് ആരും പിന്നെ കൈ പൊന്തിക്കുന്നില്ല. അരവിന്ദനും കരുണാകരനും മാത്രമാണ് കൈ പൊന്തിച്ചിട്ടുള്ളത്. അപ്പോൾ കൈലാഷ് പറയാണ്, പാർവതിയും പ്രിയനും ഇങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ടില്ല എന്നുള്ളത് വിശ്വസിക്കുന്നവർക്കും കൈ പൊന്തിക്കാം എന്ന് പറഞ്ഞപ്പോൾ കമ്പനിയിലെ എല്ലാ സ്റ്റാഫുകളും അങ്ങ് കൈ പൊന്തിക്കുകയാണ് കേട്ടോ. അപ്പോൾ കൈ പൊന്തിക്കാതെ ഇരിക്കുന്നത് മുക്തയും നിഷയും ഉഷയും റോജയുമാണ്. അപ്പോൾ കൈലാഷ് പെട്ടെന്ന് നോക്കുന്നു എന്ന് കണ്ട ഉടനെ തന്നെ മുക്തയും കൈ പൊന്തിക്കുകയാണ്. അപ്പോൾ നിഷയെയും ഉഷയെയും റോജിയെയും മോഹനനെ ഒന്നിങ്ങനെ ദേഷ്യത്തിൽ നോക്കുകയാണ് കേട്ടോ. എന്നിട്ട് കൈ പൊന്തിക്കുക എന്ന് മോഹനൻ കണ്ണോട് കാണിക്കുന്നുണ്ട്. പക്ഷേ അപ്പോഴും നിഷയും ഉഷയും കൈ പൊന്തിക്കുന്നില്ല. അപ്പോൾ മോഹനൻ അങ്ങനെ ദേഷ്യത്തിൽ നോക്കിയത് കൊണ്ട് റോജയും കൈ പൊന്തിക്കുകയാണ്. പക്ഷേ നിഷയും ഉഷയും മാത്രം കൈ പൊന്തിക്കുന്നില്ല കേട്ടോ. അപ്പോൾ എല്ലാവരും കൈ പൊന്തിച്ചത് കണ്ടപ്പോൾ പാർവതിക്കും പ്രിയനും കൈലാഷിനും ഒരുപാട് സന്തോഷമാവുകയാണ്. എന്നിട്ട് കൈലാഷ് പറയാണ്, ഞാൻ മനസ്സിൽ കരുതിയത് തന്നെയാണോ നിങ്ങളും കരുതിയത് എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടാണ് നിങ്ങളെ എല്ലാവരെയും ഞാൻ ഇവിടെ വിളിച്ചു വരുത്തിയത്. അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആരും അറിയാതെ തന്നെ ഈ പ്രശ്നം എനിക്ക് പരിഹരിക്കാനൊക്കെ അറിയും. പക്ഷെ ഞാൻ നിങ്ങളെ ഇതുപോലെ വിളിച്ചു വരുത്തി സംസാരിച്ചില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓരോരുത്തരും എല്ലാവരും മറഞ്ഞു നിന്നുകൊണ്ട് ഇതിനെക്കുറിച്ച് സംസാരിക്കും. അങ്ങനെ ഒരു ധർമ്മസങ്കടം പ്രിയനും പാർവതിക്കും വരരുത് എന്ന് കരുതിയിട്ടാണ് ഞാൻ നിങ്ങളെ എല്ലാവരെയും വിളിച്ച് സംസാരിച്ചത്. കണ്ണുകൊണ്ട് കാണുന്നത് മാത്രമാണ് സത്യം എന്നുള്ളതും തെറ്റാണെന്നുള്ളതും ഒരിക്കലും തീരുമാനിക്കാൻ കഴിയില്ല കരുണാകരൻ. അതുപോലെ അരവിന്ദനോടും എനിക്ക് അത് തന്നെയാണ് പറയാനുള്ളത്. നിങ്ങൾ രണ്ടുപേരും ഒഴിച്ച് ബാക്കി ഈ കമ്പനിയിലെ ഒരു സ്റ്റാഫുകളും പ്രിയനും പാർവതിക്കും എതിരെ കൈ പൊന്തിച്ചിട്ടില്ല. ഒരു സ്ത്രീക്ക് ഒരു പുരുഷനെ കണ്ടാൽ ഏത് പുരുഷനാണ് നല്ലതെന്നും ചീത്തതെന്നുള്ളതും അവർക്ക് മനസ്സിലാവും. അവരോട് ഇടപഴകുന്ന രീതിയിൽ അവരത് മനസ്സിലാക്കിയെടുക്കും. ഇങ്ങനെ മനസ്സിലായത് കൊണ്ടാണ് മുക്ത അവർക്കെതിരെ കൈ പൊന്തിക്കാതിരുന്നത്. നിങ്ങൾ രണ്ടുപേരും പ്രിയനെയും പാർവതിയെയും കാണുന്നത് തെറ്റായ കണ്ണിലൂടെയാണ്. അതുകൊണ്ടാണ് നിങ്ങൾ എല്ലാവരെയും സംശയത്തോടു കൂടി കാണുന്നതും പെരുമാറുന്നതും. ഇവിടെ ഇരിക്കുന്ന സ്റ്റാഫുകൾക്ക് ആർക്കും തന്നെയും പ്രിയനെയും പാർവതിയെയും സംശയത്തോടു കൂടി കാണാനേ കഴിയുന്നില്ല. കാരണം അവരൊരു തെറ്റും ചെയ്തിട്ടില്ല. എല്ലാത്തിനും പുറമെ പ്രിയൻ ഇവിടെയുള്ള സ്ത്രീകളോട് എങ്ങനെയാണ് പെരുമാറുന്നത് എന്നുള്ളത് അവർക്കെല്ലാവർക്കും അറിയാം. പാർവതിയെക്കുറിച്ചും പ്രിയനെക്കുറിച്ചും എനിക്ക് നല്ലതുപോലെ അറിയാം. ദൈവം തമ്പുരാൻ വന്ന് പറഞ്ഞാലും ഇവർ തെറ്റ് ചെയ്തു എന്ന് പറഞ്ഞാലും ഞാൻ അത് വിശ്വസിക്കില്ല. പാർവതി, നീ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട. ഇവിടെ നടന്ന സംഭവങ്ങളെല്ലാം തന്നെ ഒരു സ്വപ്നം പോലെ നീ മറന്നു കളയണം. ഇനി മേലിൽ ഈ കമ്പനിയിൽ ഇതിനെക്കുറിച്ച് ഒരാൾ പോലും സംസാരിച്ചു പോവരുത് എന്നും പറഞ്ഞ് കൈലാഷ് കരുണാകരനെ ഒന്ന് ദേഷ്യത്തിൽ നോക്കുകയാണ്. അതല്ല, ഇതിനെക്കുറിച്ച് വീണ്ടും ഇവിടെ ഒരു സംസാരം ഉണ്ടായി എന്ന് ഞാൻ അറിഞ്ഞാൽ പിന്നെ ഞാൻ എടുക്കുന്ന ആക്ഷൻ അത് കുറച്ച് സ്ട്രോങ് ആയിരിക്കും. നിങ്ങളെല്ലാവരും പോയി ജോലിക്ക് കയറ് എന്ന് പറഞ്ഞ് കുറച്ച് ദേഷ്യത്തോടു കൂടിയാണ് കൈലാഷ് പറയുന്നത്. അതൊക്കെ കേൾക്കുമ്പോൾ മുക്തയ്ക്കും അരവിന്ദനും കരുണാകരനും ദേഷ്യം പിടിച്ചിട്ടാണ് നിൽക്കുന്നത്. അങ്ങനെ കൈലാഷ് പോയി കഴിഞ്ഞ ശേഷം കരുണാകരൻ പാർവതിയെയും പ്രിയനെയും ദേഷ്യത്തിലൊന്ന് നോക്കുകയാണ് കേട്ടോ. പിന്നീട് മുക്തയും അരവിന്ദനും കരുണാകരനും കൂടി സംസാരിക്കുകയാണ്. എന്നിട്ട് അരവിന്ദൻ അങ്ങ് ദേഷ്യം പിടിക്കുകയാണ്. ഈ കൈലാഷ് എന്താ ഇത്രയ്ക്ക് പൊട്ടനാണോ? അവൻ്റെ കൺമുന്നിലല്ലേ അവർ രണ്ടുപേരും ഒരു റൂമിൽ ഒരു ദിവസം കഴിഞ്ഞ പോലെയല്ലേ കണ്ടത്? അതിനും പോരാത്തതിന് ആ പ്രിയൻ്റെ ഷർട്ട് പാർവതി ഇട്ടതും കണ്ടതാണ്. എന്നിട്ടും അവൻ്റെ കണ്ണിൽ പ്രിയനും പാർവതിയും പുണ്യാളന്മാരാണ്. അവരെ ഒരു വിശ്വാസക്കുറവും ഇല്ലത്രേ. ഇവനെന്താ ഇത്രയ്ക്ക് ബുദ്ധിയില്ലാത്തവനായോ എന്നൊക്കെ പറഞ്ഞ് അരവിന്ദൻ ഇങ്ങനെ ദേഷ്യപ്പെട്ടു
ദേഷ്യപ്പെടുമ്പോൾ കരുണാകരൻ പറയാണ്, അല്ല മുക്ത മേഡം, എന്തിനാണാവോ ഈ അരവിന്ദൻ സാർ ഇങ്ങനെ ദേഷ്യപ്പെടുന്നത്? നമ്മൾ ഇതുവരെയും ഓരോ പ്ലാനുകൾ ചെയ്തതെല്ലാം തന്നെ വിജയിച്ച പോലെയാണല്ലോ ഇപ്പോൾ അരവിന്ദൻ സാർ പറയുന്നത്. അരവിന്ദൻ സാർ എന്താ ആദ്യമായി നമ്മൾ തോറ്റതുപോലെയാണല്ലോ സംസാരിക്കുന്നത്? ഇതിപ്പോൾ നമുക്ക് ശീലമായ കാര്യമല്ലേ? അപ്പോൾ മുക്ത പറയണ, അല്ല അരവിന്ദ്, നീ ഇവിടെ കിടന്ന് ദേഷ്യപ്പെട്ടിട്ടും സംസാരിച്ചിട്ടും എന്ത് കാര്യമാണുള്ളത്? നിന്റെ കൂടെ പഠിച്ചതല്ലേ കൈലാഷ്? അപ്പോൾ കൈലാഷിനെയല്ലേ പറഞ്ഞ് മനസ്സിലാക്കി വിശ്വസിപ്പിക്കേണ്ടിയിരുന്നത്? എന്നിട്ട് ഇവിടെ കിടന്ന് ദേഷ്യപ്പെട്ടിട്ട് എന്ത് കാര്യമാണുള്ളത്? അപ്പോൾ അരവിന്ദൻ പറയണ, അല്ല മുക്ത, നിനക്കും ഇത് സാധിക്കുമല്ലോ. നീ അവരുടെ ഫാമിലി ഫ്രണ്ടാണ്, നിങ്ങൾക്ക് നല്ല അടുപ്പവുമുണ്ടല്ലോ. അപ്പം എന്താ നിനക്ക് പറ്റില്ലേ കൈലാഷിനെ ഇതൊക്കെ പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ? പോരാത്തതിന് കൈ പൊന്തിക്കാൻ വേണ്ടി പറഞ്ഞ സമയത്ത് നീ എന്താ പകുതി കൈ പൊന്തിച്ച് അങ്ങ് താത്തിക്കളഞ്ഞത്? ഞാനും കരുണാകരൻ സാറും കൂടിയാണ് അത്രത്തോളം സംസാരിച്ചത്. നീ ഒരക്ഷരം പോലും നീ കൈലാഷിൻ്റെ മുന്നിൽ വെച്ച് സംസാരിച്ചില്ല. എന്നിട്ടിപ്പോൾ നീ ഇവിടെ കിടന്ന് സംസാരിക്കുന്നത് എന്താ? ഇതിപ്പോൾ കൈലാഷിന് ഒരു സംശയം കൂടാതെ ഇതുവരെയും എത്തിച്ചു. ഇപ്പോഴും കൈലാഷിന് നമ്മളാണ് ഇതിൻ്റെ പിറകിൽ കളിച്ചത് എന്നുള്ളത് ഒരു സംശയവും വരുത്തിയിട്ടില്ല. അപ്പോൾ മുക്ത പറയണേ, സംശയം വന്നില്ല എന്നാണോ അരവിന്ദ് നീ കരുതുന്നത്? എങ്കിൽ നിനക്ക് തെറ്റി. പ്രിയനും പാർവതിക്കും നല്ല സംശയം വന്നിട്ടുണ്ട്. പ്രിയൻ അത്രമാത്രം അധികം ആ ഡോറ് തുറക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. എന്നിട്ട് തുറക്കാത്ത ഡോറ് അവർ വന്ന ഉടനെ തന്നെ എത്ര നിസാരമായിട്ടാണ് തുറന്നത്. അപ്പോൾ പിന്നെ അവർക്ക് സംശയം തോന്നാതിരിക്കുമോ? അതും പോരാത്തതിന് രജിസ്റ്ററിൽ ആരാണ് അവരുടെ ഒപ്പിട്ടത് എന്നുള്ളത് അവർക്ക് സംശയം വരാതിരിക്കുമോ? പിന്നെ പാർവതിയുടെ സൈക്കിള് മാറ്റിവെച്ചത് ആരാണെന്നുള്ള സംശയം അവർക്ക് വരാതിരിക്കുമോ? ഇതിൻ്റെയൊക്കെ പിറകിൽ കളിച്ചിട്ടുള്ളത് കരുണാകരനാണെന്നുള്ളത് അവർക്ക് മനസ്സിലാവും എന്ന് പറഞ്ഞതോടുകൂടി കരുണാകരൻ അങ്ങ് ഞെട്ടിപ്പോവാണ്. കരുണാകരനെ കണ്ടുപിടിച്ചാൽ പിന്നെ തൊട്ടു പുറകെയായിട്ട് എന്നെയും നിന്നെയും അവർ കണ്ടുപിടിക്കും. നമ്മുടെ ഭാഗ്യം കൊണ്ട് മാത്രമാണ് അവർക്ക് അപ്പോൾ ആ സമയത്ത് നമ്മളോട് സംശയം തോന്നാതിരുന്നത്. അല്ലാതെ അരവിന്ദ് പറയുന്നത് പോലെ എല്ലാം നല്ല ഭംഗിയായി ഇതുവരെ കൊണ്ടെത്തിച്ചു എന്ന് പറയുന്നുണ്ടല്ലോ, അത് അരവിന്ദ് മാത്രം അങ്ങ് പറഞ്ഞാൽ മതിയോ? ആദ്യം പാർവതിയെയും പ്രിയനെയും ഈ കമ്പനിയിൽ നിന്ന് പറഞ്ഞു വിടാൻ നോക്ക്. എന്നിട്ട് മതി അരവിന്ദ് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ സംസാരിക്കുന്നതും പറയുന്നതും. അപ്പോൾ അരവിന്ദ് പറയണേ, മുക്ത എന്നെ ഇങ്ങനെ വെറുതെ കുറ്റപ്പെടുത്തുമൊന്നും വേണ്ട. കൈലാഷ് അവരെ വിശ്വസിക്കുന്നത് കൊണ്ടാണ്. കൈലാഷ് വിശ്വസിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ പ്രിയനും പാർവതിയും ഇപ്പോൾ ഈ നിമിഷം തന്നെ ഈ കമ്പനിയിൽ നിന്നും പോവേണ്ടി വന്നേനെ. അപ്പോൾ മുക്ത പറയണേ, അരവിന്ദ് ഇനി നീ കൂടുതൽ സംസാരിക്കണമെന്നില്ല, നിന്റെ പണി പോയി നോക്ക് എന്ന് പറഞ്ഞപ്പോൾ അരവിന്ദ് ഒന്നും മിണ്ടാതെ ദേഷ്യത്തിൽ അങ്ങ് പോവുകയാണ്. അപ്പോൾ കരുണാകരൻ മുക്തയോട് പറയണേ, അരവിന്ദ് പറഞ്ഞതിലും തെറ്റൊന്നുമില്ല മേഡം. കാരണം ഇപ്പോൾ നമ്മൾ ഈ പറയുന്നത് പോലെയല്ല, നമ്മളിപ്പോൾ ഒരുവിധം വിജയിച്ചു നിൽക്കുക തന്നെയാണ് ചെയ്തിട്ടുള്ളത്. കാരണം കൈലാഷ് ഇപ്പോൾ എല്ലാവർക്കും മുന്നിൽ പ്രിയനെയും പാർവതിയെയും കുറിച്ച് പറഞ്ഞത് കേട്ടല്ലോ. പക്ഷേ കൈലാഷിൻ്റെ മനസ്സിൽ ഇപ്പോഴും ആ ഒരു സംശയമുണ്ടാവും. കാരണം അന്ന് നമ്മൾ രാത്രിയിൽ വെച്ച് അവരെ ഒരേ റൂമിൽ കിടക്കുന്നത് കണ്ടപ്പോൾ കൈലാഷിൻ്റെ മനസ്സ് പെടഞ്ഞത് ഞാൻ കണ്ടതാണ്. മുക്ത മാഡം ഇനി ചെയ്യേണ്ടത് കൈലാഷിൻ്റെ മനസ്സിൽ കൂടുതൽ അതിനെക്കുറിച്ച് സംസാരിച്ച് അവൻ്റെ മനസ്സ് വല്ലാതെ അങ്ങ് അസ്വസ്ഥമാക്കണം. എന്നിട്ട് പാർവതിയെക്കുറിച്ച് ഒന്നും തന്നെ പറയരുത്, തെറ്റായ ഒരു കാര്യം പോലും പറയരുത്. പക്ഷേ പ്രിയനെക്കുറിച്ച് തെറ്റായ കാര്യങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ടേയിരിക്കണം. അങ്ങനെ ആവുമ്പോൾ ഒരു ദിവസം ഇന്നല്ലെങ്കിൽ നാളെ പ്രിയനെ ഉറപ്പായും ഈ കമ്പനിയിൽ നിന്നും കൈലാഷ് തന്നെ പറഞ്ഞു വിടും. അങ്ങനെ ആകുമ്പോൾ എത്രയും പെട്ടെന്ന് കൈലാഷിനെ സ്വന്തമാക്കാൻ മുക്ത മാഡത്തിന് കഴിയുകയും ചെയ്യും. അത് കേട്ടപ്പോൾ കരുണാകരൻ പറഞ്ഞതിലും കാര്യമുണ്ട് എന്നുള്ളത് മുക്തയ്ക്ക് മനസ്സിലാവാണ്. ഈ സമയം കൈലാഷ് ഇതിനെക്കുറിച്ച് മാത്രമാണ് ചിന്തിച്ചു കൂട്ടുന്നത്. പാർവതിയെയും പ്രിയനെയും ഒരുമിച്ച് ഗോഡൗണിൽ വെച്ച് കണ്ടതും ഒരുമിച്ച് അവർ ഉറങ്ങുന്നതും അങ്ങനെ പാർവതി പ്രിയൻ്റെ ഷർട്ട് ഇട്ടതും അതിനെക്കുറിച്ച് മാത്രമാണ് കൈലാഷ് ചിന്തിച്ചു കൊണ്ടേയിരിക്കുന്നത്. അങ്ങനെ കൈലാഷിൻ്റെ മനസ്സ് വല്ലാതെ അസ്വസ്ഥമായിട്ടിരിക്കുകയാണ്. ആ സമയത്താണ് പാർവതി അവിടേക്ക് വരുന്നത് ചായയുമായിട്ട്. എന്നിട്ട് കൈലാഷ് പാർവതിയെ കാണുമ്പോൾ ഒന്നും മിണ്ടാതെ ഇങ്ങനെ നോക്കാൻ കേട്ടോ. അപ്പോൾ പാർവതി ചായ അവിടെ വെച്ചിട്ട് സാർ ചായ എന്ന് പറഞ്ഞ് അത് കൊടുക്കുകയാണ്. എന്നിട്ട് പാർവതി ഒന്നും മിണ്ടാതെ പോകുന്ന സമയത്ത് കൈലാഷ്, പാർവതി ഒന്ന് അവിടെ നിന്നേ എന്ന് പറയണ. അല്ല, നീ എന്ത് കരുതി? നിന്നെയും പ്രിയനെയും ഞാൻ ആ ഗോഡൗണിൽ കണ്ട സമയത്ത് ഞാൻ നിന്നെ തെറ്റിദ്ധരിച്ചു എന്ന് നീ കരുതിയോ? ഞാൻ ആ സമയത്ത് ഒന്നും മിണ്ടാതെ പോയതുകൊണ്ട് നീ എന്നെക്കുറിച്ച് എന്താണ് കരുതിയത്? ഞാൻ നിന്നെക്കുറിച്ച് തെറ്റായി മനസ്സിൽ ചിന്തിച്ചു എന്ന് നീ കരുതിയോ? എങ്കിൽ നീ അങ്ങനെ ഒരിക്കലും ചിന്തിക്കരുത്. ഞാൻ ഒരിക്കലും നിന്നെ അങ്ങനെ ചിന്തിക്കുകയില്ല. നീ ഒരിക്കലും തെറ്റ് ചെയ്യില്ല എന്നുള്ളത് എനിക്ക് നല്ല വിശ്വാസമുണ്ട്. നിന്നെ ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല പാർവതി. പിന്നെ എൻ്റെ അടുത്തുമുണ്ട് ചില തെറ്റുകൾ. കാരണം നിന്നോട് ഞാൻ ഇതുവരെയും എൻ്റെ ഇഷ്ടം ഞാൻ തുറന്നു പറഞ്ഞില്ല. എൻ്റെ ഇഷ്ടം ഞാൻ നിന്നോട് തുറന്നു പറഞ്ഞിരുന്നെങ്കിൽ ഇത്രയും പ്രശ്നം ഇപ്പോൾ ഇവിടെ ഉണ്ടാവുമായിരുന്നില്ല. പിന്നെ ഞാൻ ആ സമയത്ത് അങ്ങനെ ഒരു അവസ്ഥയിൽ കണ്ടപ്പോൾ എനിക്ക് നിന്നോട് എന്ത് പറയണമെന്ന് അറിയില്ലായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഒന്നും മിണ്ടാതെ പോയത്. ഇപ്പോൾ ഞാൻ നിന്നോട് ഈ പറയുന്നത് ശരിയാണോ തെറ്റാണോ എന്ന് പോലും എനിക്കറിയില്ല. പക്ഷേ ഇനിയും എന്നോട് ഞാൻ ഇക്കാര്യം പറഞ്ഞില്ലെങ്കിൽ അത്
അത് ശരിയാവില്ല. അതുകൊണ്ടാണ് ഞാനിപ്പോൾ എൻ്റെ മനസ്സിലുള്ളത് തുറന്ന് പറഞ്ഞത്. ഐ ലവ് യു പാർവതി എന്നങ്ങ് പറഞ്ഞതോടുകൂടി പാർവതി അങ്ങ് ഞെട്ടിപ്പോവാട്ടോ. അപ്പോൾ കൈലാഷും അങ്ങ് ഞെട്ടലോടുകൂടി എന്താ പാർവതി ഇങ്ങനെ നോക്കുന്നത് എന്നുള്ള ഭാവത്തിൽ നോക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് പാർവതിയുടെ സ്ഥാനത്ത് മുക്തയാണ് അവിടെ നിൽക്കുന്നത്. കൈലാഷിൻ്റെ ആ ഒരു പറച്ചിൽ കേട്ടതോടുകൂടി മുക്ത അങ്ങ് ഞെട്ടിപ്പോവാണ്. അപ്പോൾ കൈലാഷ് ഒന്ന് നോക്കുന്ന സമയത്ത് മുക്ത ചായയുടെ ഗ്ലാസുമായിട്ട് നിൽക്കുന്നതാണ് കാണുന്നത്. അപ്പോൾ കൈലാഷിനോട് എന്താ കൈലാഷ് നിനക്ക് പറ്റിയത്? ഞാൻ മുക്തയാണ്, എന്താ നീ പറയുന്നത് എന്ന് ചോദിച്ചപ്പോൾ കൈലാഷ് എന്താ മുക്ത നീ ചായയുമായിട്ട് വന്നിരിക്കുന്നത്? അത് പിന്നെ കൈലാഷ് പാർവതിക്ക് ഇങ്ങനെ ഒരു സംഭവം നടന്നതുകൊണ്ട് നിന്നെ ഫേസ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും, അതുകൊണ്ടാണ് ഞാൻ ചായയുമായിട്ട് വന്നത്. കൈലാഷ് നിനക്ക് നല്ല സങ്കടമുണ്ടെന്നുള്ളത് എനിക്കറിയാം. എല്ലാവരുടെയും മുന്നിൽ ഇപ്പോൾ ഇത് പ്രിയൻ്റെയും പാർവതിയുടെയും പ്രശ്നമായിട്ടാണ് തോന്നുക. പക്ഷേ നിന്റെ മനസ്സിൽ അങ്ങനെയുള്ളതല്ലല്ലോ. എൻ്റെ വേദന എന്താണെന്നുള്ളത് എനിക്ക് മനസ്സിലാവും. എത്രയായാലും പ്രിയനും പാർവതിയും ഒരു ദിവസം രാത്രി ഫുള്ളും ആ ഗോഡൗണിൽ താമസിച്ചതല്ലേ. അത് കേട്ടപ്പോൾ കൈലാഷിന് ഒട്ടും തന്നെ ഇഷ്ടപ്പെടുന്നില്ല. അപ്പോൾ മുക്ത നീ ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ? ഇല്ല കൈലാഷ്, ഞാൻ പറയുന്നത് കൊണ്ട് നിനക്ക് ഒന്നും തോന്നരുത്. നിന്റെ ഉള്ളിൻ്റെ ഉള്ളിൽ നിനക്ക് നല്ല വേദനയുണ്ടെന്നുള്ളത് എനിക്കറിയാം. നിന്റെ മുഖത്ത് അത് കാണാനുമുണ്ട്. നീയൊന്നും നിർത്തുന്നുണ്ടോ മുക്ത? നിന്നോടല്ലേ പറഞ്ഞത് ഇനി ഇതിനെക്കുറിച്ച് സംസാരിക്കരുത് എന്നുള്ളത്? എന്നെ നിനക്ക് തടുക്കാൻ കഴിയും, പക്ഷേ ഈ കമ്പനിയിലുള്ള മറ്റു സ്റ്റാഫുകളെ നിനക്ക് തടുക്കാൻ കഴിയുമോ? എൻ്റെ കൂടെ താമസിക്കുന്ന ഹോസ്റ്റലിലുള്ളവരെ നിനക്ക് തടുക്കാൻ കഴിയുമോ? അങ്ങനെ പ്രിയനെയും പാർവതിയെയും അറിയുന്നവരെയൊക്കെ നിനക്ക് തടുക്കാൻ കഴിയുമോ? ഇല്ലല്ലോ. അതൊക്കെ പോട്ടെ, നിനക്ക് പാർവതിയെ ഇഷ്ടമാണെന്നുള്ളതും കല്യാണം കഴിക്കാൻ ആഗ്രഹമുണ്ട് എന്നുള്ളതും നീ നിൻ്റെ ഡാഡിയോടും മമ്മിയോടും പറയുന്ന സമയത്ത് ഇതിനെക്കുറിച്ചൊക്കെ അറിയുമ്പോൾ അവരിത് സമ്മതിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? നീ ഞാൻ പറയുന്നത് കേട്ട് ദേഷ്യപ്പെടുകയൊന്നും വേണ്ട. ഞാൻ പറയുന്നതിലും വാസ്തവമുണ്ട്. ഞാൻ നിന്നോട് ആദ്യമേ പറഞ്ഞതാണ് പ്രിയനെക്കുറിച്ച്. അപ്പോഴൊന്നും നീ പ്രിയനെ അവിശ്വസിച്ചില്ല. നിനക്ക് പ്രിയൻ അപ്പോഴും വേണ്ടപ്പെട്ടവനും പ്രിയപ്പെട്ടവനുമായിരുന്നു. അപ്പോൾ കൈലാഷിനങ്ങ് ദേഷ്യം പിടിച്ചിട്ട് മുക്ത നിന്നോടാണ് പറഞ്ഞത് ഞാൻ നിർത്താൻ. ഞാൻ നിർത്തിക്കോളാം, പക്ഷേ ഞാൻ പറയുന്നതിലും വാസ്തവമുണ്ടെന്നുള്ളത് കൈലാഷ് നീ മനസ്സിലാക്കണം. കൈലാഷ് നീ ഞാൻ പറയുന്നതൊന്ന് കേൾക്കണം. എനിക്ക് നീ എന്ന് വെച്ചാൽ അത്രയ്ക്ക് വേണ്ടപ്പെട്ടതാണ്. അതുകൊണ്ടാണ് ഞാൻ ഇതിനെക്കുറിച്ച് പറയുന്നത്. ഞാൻ പ്രിയനെക്കുറിച്ചും പാർവതിയെക്കുറിച്ചും പറയുന്നത് കേട്ട് നീ എന്നെ തെറ്റിദ്ധരിക്കുകയൊന്നും വേണ്ട. പക്ഷേ ഞാൻ പറയുന്നത് നീ ഒന്ന് കേൾക്കണം. പാർവതിക്കിപ്പോൾ പ്രിയൻ കാരണം ഒരു ചീത്തപ്പേരുണ്ടായിരിക്കുകയാണ്. അതുകൊണ്ട് ഇനിയും ഇതിനൊരു പരിഹാരം കാണണമെങ്കിൽ ഇനിയും പാർവതിയും പ്രിയനും ഒന്നിച്ച് ഈ കമ്പനിയിൽ ജോലി ചെയ്യുന്നത് ശരിയല്ല. അതുകൊണ്ട് പ്രിയനെ ഈ കമ്പനിയിൽ നിന്നും പറഞ്ഞു വിടണം. അല്ലാതെ ഒരിക്കലും പാർവതിക്ക് പ്രിയൻ കാരണം ഉണ്ടായ അപമാനത്തിൽ നിന്നും രക്ഷപ്പെടാൻ കഴിയില്ല. നിന്റെ നല്ലതിന് വേണ്ടിയിട്ടാണ് കൈലാഷ് ഞാൻ ഇതൊക്കെ നിന്നോട് പറയുന്നത്. നീ അനുസരിക്കുകയാണെങ്കിൽ നിനക്ക് നല്ലത്. അല്ല എന്നുണ്ടെങ്കിൽ പ്രിയൻ്റെയും പാർവതിയുടെയും പേരിൽ വന്നിട്ടുള്ള ഈ അപമാനത്തിൽ നിന്നും ഒരിക്കലും നിനക്ക് പാർവതിയെ രക്ഷപ്പെടുത്താൻ കഴിയില്ല എന്ന് പറഞ്ഞ് കൈലാഷിൻ്റെ മനസ്സിലേക്ക് മുക്ത ഒരു തീപ്പൊരി ഇട്ട് കൊടുക്കുകയാണ്. അതോടുകൂടി മുക്ത പറയുന്നതിലും കാര്യമുണ്ട് എന്നുള്ളത് കൈലാഷിന് മനസ്സിലാവുകയാണ്. അങ്ങനെ ഇനി കൈലാഷ് പ്രിയനെ ആ കമ്പനിയിൽ നിന്നും പറഞ്ഞു വിടാൻ തീരുമാനിക്കും. അതിനെക്കുറിച്ചുള്ള റിവ്യൂ ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം.